ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് കേട്ടോ. കുറേ ദിവസമായിരുന്നു പൂരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവരിവിടുന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇന്നിത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എഴുന്നേറ്റ് മാവൊക്കെ കുഴച്ച് വെച്ചു കേട്ടോ. കറി വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തലേദിവസം തന്നെ നമ്മുടെ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ രാവിലെ ചിരണ്ടി വെച്ചു. പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുമ്പേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെജിറ്റബിളെല്ലാം ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. ഇനി നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും പെരുംജീരകവും കൂടെ നന്നായിട്ട്, കുരുമുളകും ഉണ്ട് കേട്ടോ, നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണേ. അതും കൂടി ചേർത്ത് കൊടുത്ത് കറി റെഡിയാക്കി എടുത്തത് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ പൂരി ഉണ്ടാക്കാൻ പോകുന്നത്. മാള് വന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പരത്തി എടുത്തുണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് 2 പേർക്കും ക്ലാസ് ഉണ്ട്. അപ്പം ഇച്ചിരി നേരത്തെ എല്ലാം റെഡിയാണ് കേട്ടോ. ഇവർ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷം കുറച്ച് തയ്ക്കാനുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ മാള് കുറേ ദിവസമായി പറയുന്നു അവൾക്കൊരു ക്രോപ്പ് ടോപ്പ് തയ്ച്ചു കൊടുക്കണമെന്ന്. ഞൂറ് വെച്ചിട്ടുള്ള ക്രോപ്പ് ടോപ്പില്ലേ, ഫ്രണ്ടിലും ബാക്കിലും, ആലിയക്കട്ടല്ല, അല്ലാതെ ഉള്ള ഞൂറ് വെച്ചിട്ടുള്ള തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ അത് തയ്ച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തയ്ക്കാമെന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ തയ്ച്ചില്ല കേട്ടോ. ഇന്ന് മാള് നിർബന്ധം പിടിച്ച് നാളെ പള്ളിയിൽ ഇട്ടുകൊണ്ട് പോകണം, എന്തായാലും തയ്ച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ, ഞാൻ പിന്നെ തയ്ക്കാനിരുന്നു കേട്ടോ. നൈറ്റിയുടെ മെറ്റീരിയലാണ് കേട്ടോ വെട്ടിയത്. ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ ആദ്യം തയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചാൽ ഒത്തിരി സമയമൊന്നും എടുത്തില്ല കേട്ടോ. നന്നായിട്ട് തന്നെ തയ്ച്ച് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മാളു ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോയെന്ന് പറയണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാളുവിന് ഇട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. മാളുവിന് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു.